ഓരോ കഷ്ടകാലം നോക്കുന്നത് ചില മരണങ്ങൾ കേൾക്കുമ്പോൾ നമുക്ക് ചിരി വരുവായിരുന്നു. ഉള്ള കാര്യം എന്താ പറയുന്നതിന്, ഇവൻ മറക്കുന്നത് വേറെ ഒരു ജോലി ഇല്ലടായിരുന്നു. ഇങ്ങനെയൊക്കെ അഭിഹിതം ഉണ്ടാവും. അതാണ് ഞാൻ ആലോചിക്കുന്നതായിരുന്നു. അതായത് വിജയൻ അതുപോലെ തന്നെ സീമ 2 പേരാണ്. ഇന്നലെ പോയിട്ട് പറശ്ശിനിക്കടവിൽ റൂം എടുത്തിയാണ്. വൈകുന്നേരമാണ് റൂം എടുത്തത്. പിന്നെ നമുക്കറിയാലോ, തീർത്ഥാടന കേന്ദ്രമാണ്, നമ്മുടെ മുത്തപ്പൻ്റെ സ്ഥലമാണ്. പക്ഷെ സകല കൊള്ളരുതാത്തവന്മാരും പോകുന്നത് അങ്ങോട്ടാണെന്നാണ് എനിക്ക് പറയാനുള്ളത്. എല്ലാവരും അങ്ങോട്ടാണ്. കുറേ നാൾ മുമ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറേ മയക്കുമരുന്നുമായിട്ട് 2 സ്ത്രീകളെ ഇറക്കം പിടികൂടീന്. അതിനു മുമ്പേ എന്ന് പറഞ്ഞാൽ കുറേ കേസുകൾ വേറെ ഉണ്ട്. അവിടെയുള്ള ആൾക്കാർക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൈസ മാത്രമേ വേണ്ടൂ, വേറെ ഒന്നും വേണ്ട. അല്ലാതെ ഈ ചെറുകൂന്ന് നിന്ന് ഒരു 2 പേര് വരുമ്പോഴേ എന്തിനാണെന്ന് അവർക്കറിയാലോ. പിന്നെ അവർ റൂം കൊടുക്കേണ്ട ആവശ്യമുണ്ടോ? അവർക്കറിയാം കൃത്യമായിട്ട്. എന്നാൽ വേറെ ഏതെങ്കിലും ആവശ്യത്തിനാണെങ്കിൽ അവിടെ ഭയങ്കര പ്രശ്നമാണ്. ഡീസൻ്റ് ആയിട്ട് ഒരുത്തൻ പോയിട്ട് റൂം എടുത്തു കഴിഞ്ഞാൽ ഒറ്റയ്ക്ക് റൂം തരത്തില്ല, ഒറ്റ ഒരാളാണെങ്കിൽ നമ്മൾ റൂം തരത്തില്ല, നിങ്ങൾ എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാലോ എന്നുള്ളൊരു ഭയം, ഇങ്ങനെയൊക്കെയാണ് പറയുക. അത് സകല സ്ഥലത്തും അങ്ങനെയാണ്. ഒറ്റയ്ക്ക് പോയിട്ട് ഡീസൻ്റായ ഒരുത്തൻ്റെ റൂം കിട്ടൂല. ഇതുപോലെ പിന്നെ എന്തെങ്കിലും ചെയ്യുന്ന കൂതറകൾക്ക് റൂമിന് ഒരു പഞ്ഞവും ഇല്ലാതാനും. അപ്പോൾ ഏതായാലും ഇന്നലെ നമ്മുടെ വിജയൻ ചേട്ടനും സീമ ചേച്ചിയും, അതായത് അടുത്ത് ഏകദേശം എന്ന് പറഞ്ഞാൽ എനിക്ക് തോന്നുന്നത് ഒരു 10 കിലോമീറ്റർ മാത്രമേ ഉള്ളൂ അവരുടെ നാട്ടിൽ നിന്ന് അങ്ങോട്ട്. അവിടെ പോയിട്ട് അവിടെ നല്ലൊരു ഹോട്ടലിൽ റൂം എടുക്കുന്നത്. അപ്പോൾ ജീവനക്കാർക്കൊന്നും കുഴപ്പമൊന്നുമില്ല. കാരണം വെച്ചാൽ ഇടയ്ക്കിടയ്ക്ക് ഇവർ കൃഷി ഇറക്കാൻ വേണ്ടി വരുന്നതാണ്. അതുകൊണ്ട് പിന്നെ അവർക്കൊന്നും കുഴപ്പമില്ല. അങ്ങനെ വൈകുന്നേരമായിട്ട് ഇയാളെ കാണുന്നില്ല. അതുകൊണ്ട് തന്നെ അവർ റൂമിൽ പോയി നോക്കുമ്പോൾ ആ കൊണ്ടുവന്ന ആ യുവതിയാണെങ്കിൽ, ആ യുവതിയല്ല കേട്ടോ, മധ്യവയസ്കനായിട്ടാണ് പറയുന്നത്. 19 വയസ്സിന് മേലെ പ്രായമുണ്ട്. അവർക്ക് മുതിർന്ന മക്കളെല്ലാം ഉണ്ട്. അവരാണെങ്കിൽ മരിച്ചു കിടക്കുന്നതാണ് കാണുന്നത്. അത് കഴിഞ്ഞ് പോലീസിൽ അറിയിക്കുന്നത് പിറ്റേന്ന് രാവിലെ, ഇന്ന് രാവിലെ നോക്കുമ്പോഴാണ് നമ്മൾ വിജയൻ ചേട്ടനൊരു പിന്നെ ജീവൻ ഒടുക്കിയ നിലയിലും കാണുന്നത്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, ശരിക്കും പറഞ്ഞ ജീവിച്ചിരിക്കുന്നവർക്ക് നാണക്കേട് കൊണ്ട് പുറത്തിറങ്ങാൻ കഴിയാത്ത സ്ഥിതിയാണ്. ഒന്നാമത്തെ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എപ്പോഴും കാണേണ്ട മോങ്ങളാണ്. അതായത് ഈ സ്ത്രീക്കും 2 മുതിർന്ന മക്കളുണ്ട്, അയാൾക്കും 2 മുതിർന്ന മക്കളുണ്ട്. സ്ത്രീയുടെ ഭർത്താവ് പിന്നെ എന്തോ ഭാഗ്യത്തിന് അയാൾ നേരത്തെ പോയോണ്ട് അയാൾ രക്ഷപ്പെട്ടു. പക്ഷേ വിജയൻ്റെ ഭാര്യ എവിടെ ജീവിച്ചിരിപ്പുണ്ട്, അവർക്ക് നാണക്കേടായി. അങ്ങനെ ഈ 2 കുടുംബങ്ങളെയും എന്ന് പറഞ്ഞാൽ നാണക്കേടിലേക്ക് തള്ളിയിട്ടുകൊണ്ടാണ് ഈ 2 എണ്ണം പോയിരിക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, ഒരു ദയ്യം തോന്നുന്നില്ല ഇങ്ങനത്തെ ടീമിനോട്. ഈ പ്രായത്തിലെങ്കിലും ഇവന്മാർക്ക് എന്തെങ്കിലും ഒരു ഭാര്യയും മറ്റേ ഭർത്താവും ഇല്ല ഒരു ടീമല്ലേ. അതുപോലെ തന്നെ ഈ സ്ത്രീക്ക് കുറച്ച് ചിന്തിക്കണ്ടേ. എന്നാൽ ഇപ്പോഴെനിക്കെന്നാ സംശയം എന്നറിയാം, ഇങ്ങനെയൊക്കെ മരിച്ചു പോകുന്നവരുടെ ഭർത്താക്കന്മാർ ഇനി ഇവർ വല്ലതും ചെയ്തതാണോ ഇനി പറയാൻ പറ്റൂലല്ലോ. നമ്മൾ വിചാരിക്കുമ്പോൾ എന്താ, അവര് മരിച്ചു, ഭർത്താവ് 2 കൊല്ലം മുമ്പ് മരിച്ചു, എങ്ങനെ മരിച്ചു, അറ്റാക്കായിട്ട് മരിച്ചു. ഇനി അറ്റാക്ക് വരാനുള്ള കാരണം വേറെ എന്തെങ്കിലും ഉണ്ടോ, അല്ലെങ്കിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവരെന്തെങ്കിലും മരുന്ന് കൊടുത്തിട്ടുണ്ടോ, ഇതൊന്നും നമുക്കറിയില്ലല്ലോ. അതാണ് ഞാൻ പറയുന്നത്. ഇനി അങ്ങോട്ട് എന്ന് പറഞ്ഞാൽ നമ്മൾ വളരെയധികം സൂക്ഷിക്കണം. ഇപ്പോഴും സോഷ്യൽ മീഡിയ തുറന്നു കഴിഞ്ഞാൽ പഴയ ലൈനിൽ തേടി പോകുന്ന കുറേ ടീമുകൾ വേറെ. 60 വയസ്സോ 70 വയസ്സായാലും കുഴപ്പമില്ല. പണ്ട് സ്കൂളിൽ പഠിക്കുമ്പോൾ ലൈൻ എറിഞ്ഞിരുന്നോ അല്ലെ ലൈനാക്കിയിരുന്നോ എന്ന് പറഞ്ഞിട്ട് പോകുന്ന ടീമുകളാണ്. ഇതൊക്കെ കാണുമ്പോഴെന്ന് പറഞ്ഞാൽ ചില ആൾക്കാർക്ക് ഇളക്കം കൂടും. അതാണ് ഞാൻ പറയുന്നത്, നിങ്ങൾ എല്ലാ സ്ഥലത്തും പോയിട്ട് ഒരുപോലെ ആകരുത്. അപ്പോൾ ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അയാൾക്ക് മര്യാദയ്ക്ക് ജീവിച്ചാൽ മതി, അതുപോലെ ഈ സ്ത്രീക്ക് മര്യാദയ്ക്ക് ജീവിച്ചാൽ മതി. പക്ഷെ ഇവരെന്ന് പറഞ്ഞാൽ കുറേ നാളുകളായി ഇത് തുടങ്ങിയിട്ടെന്നാണ് പറയുന്നത്. എന്താണെന്ന് വെച്ചാൽ ഇവർക്ക് കൃത്യമായിട്ടറിയാം, നമ്മളെ ഈ പിന്നെ ലോഡ്ജുകാർക്ക് കൃത്യമായിട്ട് ഇതറിയാം. അവർക്ക് പിന്നെ ഞാൻ പറഞ്ഞല്ലോ ആദ്യം തന്നെ, അവർക്ക് പൈസയെ വേണ്ടൂ. അവർക്കും അറിയാം ഇത് ഇതിനു വേണ്ടി കൊണ്ടുവരുന്നതാണെന്ന് അവർക്കും അറിയായിരിക്കും ചിലപ്പോഴേ. പക്ഷെ അവർക്ക് പൈസ മതി. ഇത് ഡീസൻ്റായിട്ട് പോകുന്ന ഒറ്റത്തിന് കൊടുക്കില്ല. ഇങ്ങനെയുള്ള ആൾക്കാർ ഇഷ്ടംപോലെ പൈസ കൊടുക്കൂ. അതാണ് അവരോട് എത്ര പൈസ വേണമെങ്കിൽ, ഇനിയിപ്പോൾ 5000 ഉറുപ്പ്യ വേണമെന്ന് പറഞ്ഞാൽ വിജയൻ അത് ഉണ്ടാക്കി കൊടുക്കൂ, ലോൺ എടുത്തിട്ട് അങ്ങോട്ട് കൊടുക്കും. അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. പക്ഷെ നേരായ മാർഗത്തിൽ ഭക്തിയോട് കൂടിയിട്ട് നമ്മളവിടെ പോയി ഒരു റൂമിന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരാൾ ഒറ്റക്കാണെങ്കിൽ എന്താണ് പരിപാടി, കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ കുറേ ആൾക്കാർ ഇതേപോലെ ചെയ്തിട്ടുണ്ട് എന്നുള്ള മുടന്തൻ ന്യായങ്ങളും അവർ പറയും. അപ്പം അങ്ങനെയുള്ള ഒരുപാട് പ്രശ്നങ്ങളും നമ്മുടെ നാട്ടിലുണ്ട്. അതുകൊണ്ട് എനിക്ക് പറയാനുള്ളൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, പറയിക്കാണ്ട് നിൽക്കടോ, പറയിക്കാണ്ട് നിൽക്ക്. എന്തിനാ ഇങ്ങനെ ഒരു ജന്മങ്ങൾ, അതാണ് ഞാൻ ആലോചിക്കുന്നത്. ഒരാൾ പോലും അറിയില്ലായിരുന്നു. പക്ഷെ ഇന്നലെ ഇതൊക്കെ കേട്ടപ്പോഴാണ് നാട്ടുകാർ ഞെട്ടി, വീട്ടുകാർ ഞെട്ടി, എല്ലാവരും ഞെട്ടിപ്പോയില്ലേ. ചിലപ്പോഴിത് ആർക്കെങ്കിലും ഈ ചില ആൾക്കെല്ലാം സംശയം ഉണ്ടാകും. പിന്നെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് പറയാനൊന്നും നിൽക്കുന്നുണ്ടാവില്ല. പിന്നെ അങ്ങ് കയറൂരി വിട്ട പോലെയല്ലേ ചില ആൾക്കാർ, ഇന്നൊന്നും പറയാനില്ലല്ലോ. എല്ലാ സ്ഥലത്തും പോയി കഴിഞ്ഞാലും ഇതുപോലെയുള്ള കാര്യങ്ങൾ തന്നെയാണ് നടക്കുന്നത്. സോഷ്യൽ മീഡിയ തുറന്നു കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് ഉള്ളത്. ഇതിപ്പോഴും 2 അയൽവാസികളായതുകൊണ്ട് ആ പിള്ളന്മാർക്ക് ഭയങ്കര കഷ്ടപ്പാടായി. കാരണം എന്താണെന്ന് വെച്ചാൽ ഇനി എങ്ങനെയാണ് ഒരു മാനം മര്യാദയായിട്ട് അവർ ജീവിക്കും? ആലോചിച്ച് നോക്കറ നിങ്ങൾ, അവരെ കഷ്ടകാലം ആലോചിച്ച് നോക്കറ. ഇതുപോലെയുള്ള ഓരോരുത്തന്മാർ തന്തമാരായിട്ടും തള്ളമായിട്ടും ഉണ്ടായി കഴിഞ്ഞാൽ ബാക്കിയുള്ളവരുടെ ആ നാണക്കേട്, അതാണ് ഏറ്റവും വലിയ പ്രശ്നമായിരുന്നു. ഉള്ള നാളെ മുഴുവൻ എന്ന് പറഞ്ഞാൽ ഇനി ആൾക്കാർക്ക് പറഞ്ഞ് ചിരിക്കാനായിരുന്നു. ഇവരെ കാണുമ്പോൾ പറഞ്ഞ് ചിരിക്കാനായി. എല്ലാവരും പറയും അതൊന്നും ഉണ്ടാവില്ലടൂ, അതെല്ലാം വെറുതെ പറയുന്നതെന്ന്, ചിരിക്കൊന്നും ചെയ്യില്ല, സഹതാപായിരിക്കും, എന്നാലും പറയൂ.
കാരണം എന്താ വെച്ചാൽ ഓളെ കാര്യം കണ്ടില്ലേ, ഓൻ്റെ കാര്യം കണ്ടില്ലേ. എന്ത് പറയുന്നത്, ഈ സ്ത്രീൻ്റെ ചത്ത ഭർത്താവിന് വരെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയ നാണക്കേട് തന്നെയാണ്. അയാൾ ജീവിച്ചിരിക്കില്ലെങ്കിലും അയാളുടെ കുടുംബത്തിനായാലും ഇതുപോലെ പല സംഗതികളും കേൾക്കുന്നില്ലേ. അതാണ് ഞാൻ പറയുന്നത്. അതായത് ഇതൊന്നും അറിയാത്ത ആളൊന്നുമല്ല ഇങ്ങനെയൊക്കെ സംഭവിക്കും. അല്ലെങ്കിൽ എന്ന് പറഞ്ഞാൽ ഇനിയിപ്പോൾ കൊലപ്പെടുത്തലാണെങ്കിൽ തന്നെ ചിലപ്പോഴെന്ന് പറഞ്ഞാൽ ഈ ആൾക്ക് എന്ന് പറഞ്ഞാൽ ഈ സ്ത്രീൻ്റെ അടുക്കുന്നത് ഭയങ്കരമായിട്ടുള്ള പ്രശ്നം ഉണ്ടായിട്ടുണ്ടാവും. ചിലപ്പോൾ എന്നെ കല്യാണം കഴിക്കണം എന്ന് പറയുന്നുണ്ടാവും, മറ്റുള്ള ഒഴിവാക്കിയിട്ട് എന്നെ കല്യാണം കഴിക്ക്, എന്നിട്ട് ആ സ്വത്തിൻ്റെ ബാധി എനിക്കും കൂടി എഴുതിത്താ എന്നൊക്കെ ഉണ്ടാവും ചിലപ്പോഴേ. ഇതൊന്നും നമുക്ക് പറയാൻ പറ്റൂല. അതുകൊണ്ട് എനിക്ക് പറയാനുള്ളത്, മര്യാദയ്ക്ക് ഇരിക്കുമ്പോൾ ഒന്നിക്കില്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒഴിവാക്കി പോയിട്ട് മര്യാദയ്ക്ക് കല്യാണം കഴിക്കുക, അല്ലെങ്കിൽ ഈ ആരും അറിയാതെ ഈ പരിപാടിക്ക് പോകാതിരിക്കുക. ഇനി പണ്ടൊക്കെ ഒരു പേരുണ്ടായിരുന്നു, പിന്നെ ഞാൻ ആ പേര് കൃത്യമായിട്ട് പറയുന്നില്ല. ഇമാതിരി തോന്നിയവാസത്തിന് പോകാതിരിക്കുക. പിന്നെന്ന് പറഞ്ഞാൽ എല്ലാവരും എന്ന് പറഞ്ഞാൽ തിരഞ്ഞെടുക്കുന്ന വഴികൾ ഇതായതുകൊണ്ട് അവിടെയുള്ള ആൾക്കാർ കുറച്ച് സൂക്ഷിക്കുക. അതായത് ഇതുപോലെയുള്ള കൂതറകൾ വന്നു കഴിഞ്ഞാൽ ഞങ്ങൾ റൂം കൊടുക്കരുത്. അതാണ് എനിക്ക് പറയാനുള്ളത്. എന്തിനാണ് കൊടുക്കുന്നത് ഇതുപോലെ കൂതറകൾക്ക്? 10 കിലോമീറ്റർ ഇപ്പുറത്ത് നിങ്ങൾക്ക് വീട്ടിൽ പോയി കിടന്നുറക്കണമെന്ന് തന്നെ പറയണമായിരുന്നു. ഓൻ ഇതിന് വേണ്ടി വരുന്നതാന്ന് അവിടെ എല്ലാവർക്കും അറിയുകയും ചെയ്യുക. അതാണ് മനസ്സിലാക്കേണ്ടത്. അപ്പോൾ ഇങ്ങനെയുള്ള സംഭവങ്ങൾ ഇനിയും നമ്മുടെ നാട്ടിൽ ഉണ്ടായിക്കൊണ്ടേയിരിക്കും. അതുകൊണ്ട് ഞാൻ പറയുകയാണ്, എൻ്റെ പൊന്നു സുഹൃത്തുക്കളെ, നിങ്ങൾ ആ മക്കളെങ്കിലും വെറുതെ വിട്, ഐറ്റങ്ങളെ നിങ്ങൾ നാണം കെടുത്തല്ല. അതുകൊണ്ടുള്ള ഈ ജീവിച്ചിരിക്കുമ്പോൾ തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിവോഴ്സായിട്ട് എവിടെയോ പോയിട്ട് ജീവിക്കാറുണ്ട്. ഈ വയസ്സാം കാലത്ത് ഇങ്ങനെ പറയിച്ചുകൊണ്ട് ഇത് പറഞ്ഞുകൂടല്ലേ ഇപ്പോഴല്ലേ, പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം ഭയങ്കര പ്രശ്നമല്ലേ. ഇനി അത് പറഞ്ഞു കഴിഞ്ഞാൽ പറയൂ, അയ്യോ അവർ തമ്മിൽ അങ്ങനെ ആയത് തനിക്കെന്താണോ എന്ന് പറഞ്ഞിട്ട് കുറേ എണ്ണം വരൂലേ. പക്ഷേ എനിക്ക് പറയാനുള്ളത് എന്താ വെച്ചാൽ അവരുടെ ആ ജീവിച്ചിരിക്കുന്ന ആൾക്കാരെ പറ്റിയിട്ടാണ്. അവരെത്രമാത്രം നാണം കെട്ടിട്ടായിരിക്കും ഇന്നത്തെ ഒരു ദിവസം തള്ളി നീക്കുക. ഇനി ഉള്ള നാളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇയാളെ ഓർക്കും തോറും തന്നെ അവർക്ക് വെറുപ്പല്ലേ കൂടി വരിക. അതായത് ഇങ്ങനെയൊക്കെ ചതി ചെയ്യാൻ പാടില്ല. ഇങ്ങനെയുള്ള കുറേ എണ്ണം നമ്മളെ നാട്ടിലുണ്ട് കേട്ടോ. എല്ലാവരും സൂക്ഷിച്ചു പറഞ്ഞത്, നിങ്ങളെയൊക്കെ ഗതി ഒരു ദിവസം ഇതായിരിക്കും. പല ടീമും ഉണ്ട് ഇതേപോലെ തന്നെ. അതായത് ഈ വിജയനെ പോലെയുള്ള നടക്കുന്ന പല ടീമുകൾക്കും ഗതി ഇത് തന്നെയാണ്. അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ ആ സ്ത്രീനെ പോലെ നടക്കുന്ന പല ടീമുകളും ഉണ്ട്. വയസ്സും പ്രായവും നോക്കാതെ, അല്ലെങ്കിൽ മക്കളുണ്ട് മറ്റേവരുണ്ട് ഒന്നും നോക്കാതെ തോന്നിയതുപോലെ ജീവിക്കുന്ന ചില ടീമുണ്ട്. അവർക്കൊക്കെയുള്ള പാഠം ഇത് തന്നെയാണ്. വളരെയധികം സൂക്ഷിച്ച് നടന്നോ, ഇല്ലെങ്കിലെന്ന് പറഞ്ഞാൽ മക്കൾ നാളെ നാണം കെട്ടി ജീവിക്കേണ്ടി വരും. അത്രേ എനിക്ക് പറയാനുള്ളൂ. വളരെ മോശമായ തെണ്ടിത്തരാണ് ഈ വിജയം എന്ന് പറയുന്നവൻ കാണിച്ചതായിരുന്നു, ഹമുക്കാടുന്ന്. അറിയാം, ആ പിള്ളമാർ എന്തിനെ വെറുതെങ്കിലും നാണം കെടുത്താൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഒരു ജന്മാർന്ന്, എന്നിട്ട് പോയിട്ട് സുഖമായിട്ട് അങ്ങ് പോവുകയും ചെയ്തിനായിരുന്നു. മിക്കവാറും എനിക്ക് തോന്നുന്നത് എന്താണെന്നറിയാം, ഇത് ചിലപ്പോൾ പോസ്റ്റ്മോർട്ടം വന്ന് പറഞ്ഞ് ഇതിൻ്റെ റിപ്പോർട്ട് വന്നു കഴിഞ്ഞാൽ എന്നൊക്കെ പറയാൻ പറ്റുള്ളൂ. ഇനി സ്ത്രീ അങ്ങാറ്റം വല്ല അങ്ങ് മരിച്ചുപോയി, അത് കഴിഞ്ഞിട്ട് ഈ പുള്ളിക്കാരൻ നേരെ പോയതാണെന്നോ അതും അറിയില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെയും സംഭവിക്കാം. എന്താ സംഭവിച്ചതെന്നറിയില്ല. ഏതായാലും ഈ 2 മരണം കൊണ്ട് എന്ന് പറഞ്ഞാൽ നാട് മുഴുവൻ ഒരു ചർച്ചാ വിഷയമായി. അതുപോലെ തന്നെ ഉള്ളനാളും പറഞ്ഞ് ചിരിക്കാനായി. അതുപോലെ തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിഹിതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ പൊന്നു മക്കളെ ഇങ്ങനെ അവസാനിക്കുള്ളൂ. നിങ്ങൾ വിചാരിക്കുന്ന പോലെയല്ല. അവിഹിതത്തിൻ്റെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കുഴപ്പം എന്താണെന്നറിയാം, ഒരു ദുരന്തത്തിൽ മാത്രമേ അത് അവസാനിക്കുള്ളൂ. അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. അതുകൊണ്ട് പോകുമ്പോഴൊന്ന് വളരെയധികം സൂക്ഷിക്കുക. അതുപോലെ തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭാര്യ ഭർത്താക്കന്മാർ വളരെയധികം കെയർ ആയിട്ട് ഇന്ന് ജീവിക്കുക. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം പുതിയ കണ്ടുപിടുത്താൻ വരുന്നത്, അതായത് പഴയ കാലത്തുള്ള ആൾക്കാരെ ലൈനടിക്കുക. പഴയ സ്കൂളിൽ പഠിക്കുമ്പോൾ നമുക്ക് ബന്ധമുണ്ട് എന്ന് പറയുക, അങ്ങനെ ലൈനടിക്കാൻ വരിക. അപ്പോൾ ഇവൻ്റെ കാര്യം ചിലപ്പോൾ, ഈ ഭർത്താവിൻ്റെ കാര്യം ചിലപ്പോൾ അയാൾ വല്ല അസുഖബാധിതനാണെങ്കിൽ എന്തെങ്കിലും മരുന്ന് കൊടുത്തിട്ട് അങ്ങ് തീർത്തിട്ടുണ്ടെങ്കിൽ എന്ന് വിചാരിക്കും. നോക്കണട്ടാ, ശ്രദ്ധിച്ചോ മക്കളെയായിരുന്നു. ഇന്നത്തെ കാലം എങ്ങനെയാണ്. ബൈ ഒന്ന് ഹൈപ്പ് ചെയ്തോ, ഹൈപ്പ്.